ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിൽ നടക്കുന്ന മിഡ് വീക്ക് എവിക്ഷനിലേക്ക് 6 പേരെ നോമിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് അനീഷാണ്. 15 പേരാണ് അനീഷ് വോട്ട് ചെയ്തത് കേട്ടോ. രണ്ടാമത് രേണു 12 പേര് വോട്ട് ചെയ്തു. 11 പേര് ഒണിയലിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു. സരികയ്ക്ക് വേണ്ടിയിട്ട് 10 പേര് വോട്ട് ചെയ്തു. രണയ്ക്ക് വേണ്ടിയിട്ട് 9 പേര് വോട്ട് ചെയ്തു. നമ്മുടെ ശാരിക 7 വോട്ടുകളുമായിട്ട് അങ്ങനെ 6 പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ശാരികയ്ക്കൊപ്പം അനുമോൾക്കും അതുപോലെ നമ്മുടെ അഭിലാഷിനും 7 വോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ചോദിച്ചപ്പോൾ എല്ലാവരും ശാരികയെ ചൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ശാരിക ഉൾപ്പെടെ 6 പേര്, അനീഷ്, രേണു, ഒണിയൽ, സരിക, രണ, ശാരിക, ഇവരിൽ നിന്ന് 2 പേര് മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോകുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നോർമൽ നോമിനേഷന്റെ ഒരു പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട്. വീക്കെൻഡിലേക്കുള്ള നോമിനേഷൻ. ഈ നമ്മുടെ മിഡ് വീക്ക് എവിക്ഷനിലെ നോമിനേഷൻ ഒരുപാട് സമയമെടുത്തു. ആ ഒരു ടാസ്ക് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയില്ല ലൈവില്. അത് കുറെ കോളങ്ങളൊക്കെ വരച്ചിട്ട് ഓരോരുത്തരുടെ അവിടെയും പോയിട്ട് ഇൻഡു മാർക്ക്, ഇതിന്റെ ഇടയിൽ ഇവർ മാറി ഇൻഡു മാർക്ക് കൊടുത്തിട്ട് അത് വായിക്കാൻ കുറേ സമയം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈം വെറുതെ കളഞ്ഞതുപോലെയൊക്കെ എനിക്ക് തോന്നി ലൈവില്. എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ 6 പേരാണ് അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ 2 പേര് മിക്കവാറും ഈ ആഴ്ച തന്നെ പുറത്തു പോകും.